ക്യാബിനകത്ത് എന്നെ കാണാൻ വന്നത് ആരോ ആയിക്കോട്ടെ, എന്റെ ബന്ധുവോ പരിചയക്കാരനോ ആരോ ആയിക്കോട്ടെ, അവരെ തടയാനും വഴക്ക് പറയാനും ഈ മുറിയിൽ നിന്നും ഇറക്കി വിടാനും ജോൺ ആരാ അധികാരം തന്നത്? ഞാൻ തന്നിട്ടുണ്ടോ? അതല്ലാതെ എന്റെ തലയ്ക്ക് മുകളിൽ നിന്നും അങ്ങനെ ഒരു ഓർഡർ ജോണിന് വന്നിട്ടുണ്ടോ? ഞാൻ ജോണിനോട് ചോദിക്കുന്നേ. ഇല്ല. പിന്നെ എന്തർത്ഥത്തിലാ ജോൺ എന്റെ ക്യാബിനിൽ കയറി എന്നെ കാണാൻ വന്ന എന്റെ ചേച്ചിയെ ഹരാസ് ചെയ്തത്? അതിനാരാ ജോണിന് അധികാരം തന്നത്? മാഡം, എനിക്കറിയില്ലായിരുന്നു അത് മാഡത്തിന്റെ ചേച്ചിയായിരുന്നു. മാത്രമല്ല, വേഷവിധാനങ്ങൾ കണ്ടിട്ട് തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. മാഡത്തിന്റെ ഓഫീസ് ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കുമെന്ന് ഓർത്താ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഓ, കറ തീർന്ന ആത്മാർത്ഥത, ഉത്തരവാദിത്വം, ജോലിയോടുള്ള കൂറ്, പിന്നൊരു വാക്കുണ്ടല്ലോ, അർപ്പണബോധമുള്ളവര്. അതിനു മേലെ പോയാ മറ്റൊരു പേര് കൂടി വിളിക്കാം, ജോലി ഭ്രാന്തന്മാർ, വർക്കഹോളിക്സ്. ഇതിലേത് പേരിട്ട് ഞാൻ ജോണിനെ വിളിക്കണം? മാഡം, നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാ ഞാനിതിൽ ഇടപെട്ടത്. അത് മാഡത്തിന് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ഐ എം എക്സ്ട്രീംലി സോറി. സോറി. നേരത്തെ പറഞ്ഞതില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ജോണേ. അനു പറഞ്ഞതല്ലേ അതെന്റെ ചേച്ചിയാണെന്ന്. എന്നിട്ട് അതൊന്നും വകവയ്ക്കാതെ സുഖമില്ലാതെ വന്നു കയറിയ എന്റെ ചേച്ചിയെ മനഃപൂർവ്വം വഴക്ക് പറയല്ലായിരുന്നോ? മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ച ജോണിനോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതല്ല, ഇതിന്റെ അപ്പുറവും ജോൺ ചെയ്യും. ജോൺ ഇത് വീണ്ടും ആവർത്തിക്കും. അത് ഒരിക്കലും മാറില്ല. ജോണിന്റെ ജനസ് അത്തരത്തിലുള്ളതായിപ്പോയി. അതിന് മാറ്റാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാ, യു ക്യാൻ ഗോ പ്ലീസ്. എടാ, പുറത്തു പോവാൻ. പാവം ചേച്ചിയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. രാഘവേട്ട, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒരല്പം മനസ്സമാധാനം കിട്ടാനാ. രാഘവേട്ട, ഞാനാണോ രാഘവേട്ടന് മനസ്സമാധാനം കളയുന്നത്? എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് നീ ഇവിടെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എല്ലാം നിന്റെ തന്നെ ഇഷ്ടമാ. അത് മറ്റുള്ളവരെ നീ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക. എന്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എനിക്കെന്നുള്ളതൊന്നും സ്നേഹിക്കണമെങ്കിലേ ഇപ്പം നിന്റെ അനുവാദം വേണ്ടിയിരിക്കുക. ഞാനും ഈ കൂട്ടിലടച്ച കിളിയും തമ്മിൽ എന്ത് വ്യത്യാസമാമേ ഉള്ള? ഇത്രയൊക്കെ മാനസിക ബുദ്ധിമുട്ട് എനിക്ക് ഇവിടെ ഉണ്ടെങ്കിലേ ഞാൻ എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയുന്ന നീ പറയുന്നേ? രാഘവേട്ട, രാഘവേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് തന്നെ ജീവിതത്തിൽ നടക്കണമെന്ന് പറയുന്നത് തന്നെ മണ്ടത്തരം. എനിക്കൊന്നേ രാഘവേട്ടനോട് പറയാനുള്ളൂ. രാഘവേട്ടൻ കാണുന്ന ലോകമല്ല നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ മുന്നിൽ ചിരിച്ചും കളിച്ചും പോകുന്നവരെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ മറ്റാരൊക്കെയോ. അത് രാഘവേട്ടൻ മനസ്സിലാക്കണം. ഇനിയെങ്കിലും കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി ജീവിക്കണം. ഇല്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് സ്വന്തം ജീവിതം തന്നെയാ. തീർന്നു നിന്റെ സാരോപദേശം. ഞാനേ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. പിന്നാലെ നടന്നേ ഇങ്ങനെ ഒതുത്തിറണമെന്നൊന്നുമില്ല. ശരി, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും. എന്നാലും എനിക്ക് എന്റെ കടമ നിർവഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? കുഴിവെട്ടി അങ്ങ് മൂട്. എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മോനും മരുമോളും ഒക്കെ വേണം. ഇനി അവർക്ക് പേരുന്ന ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. മരുമകള്, അവളെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ പറഞ്ഞു പോകരുത്. ഇതിന് മാത്രം ദേഷ്യം വരാനേ ശാലിനി നമ്മളോട് എന്ത് തെറ്റായത്? അവളുടെ പേര് ഇവിടെ പറയരുതെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ മോനെ കൊന്നവളാവള്. നമ്മുടെ മകന്റെ ജീവിതം തകർത്തവളാവള്.
അവളുടെ സർവനാശം കാണാതെ ഇനി എനിക്ക് ഉറക്കമില്ല. ഭാമി, നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നേ? വിഷ്ണുവിനെ ആര് കൊന്നാ നീ പറയുന്നേ? ജീവനോട് നടക്കുന്ന നമ്മുടെ മോനെ പറ്റിയാണോ നീ ഈ വിട്ടിത്തൊക്കെ വിളിച്ചു പറയുന്നേ? രാഘവേട്ട, സ്വയം വിഡ്ഢിയാകുന്നതും അവഹേളിക്കപ്പെടുന്നതും നിങ്ങളാ മനുഷ്യ. നിങ്ങൾ വിഷ്ണു എന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്നവൻ നമ്മുടെ മോൻ വിഷ്ണു അല്ല. ആ, എന്താണോ സാറേ, കളക്ടറുടെ ചേച്ചി കളക്ടർക്കെതിരെ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ടോ? കളക്ടർ ശാലിനി മാഡത്തിന്റെ ചേച്ചി തന്നെയാണോ? അതെ സാർ. എടോ, മാനസികമായിട്ട് അല്പം വീക്കായ സ്ത്രീ തന്നെയാണോ? അതെ സാർ. അവരുടെ കുഞ്ഞിനെ കളക്ടർ വിറ്റു എന്നൊക്കെയാ പറയുന്നത്. എടോ, അനുനയത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരവിടെ പിടിച്ചിരുത്തണം. ഞാൻ എന്താ ഒരു 10 മിനിറ്റില് അവിടെ എത്തും. ശരി സാർ. എടോ, വിട്ട് കളഞ്ഞേക്കരുത്. ഇല്ല സാർ, ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ശരി, ഞാൻ ദേ എത്തി. ഓക്കെ സാർ. ഹലോ മാഡം. എന്താ റസാഖ്? മാഡം, ശാരിക ഇപ്പോ പോലീസ് സ്റ്റേഷനിലുണ്ട്. സ്റ്റേഷനിലോ? അതെ മാഡം. മാഡം എത്രയും പെട്ടെന്ന് ഒന്ന് സ്റ്റേഷനിലെത്തണം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നേരിൽ പറയാം. മാഡം ഒന്ന് പെട്ടെന്ന് വരണം. ആ, ഞാനിപ്പോ വരാം. രാമേട്ടാ, പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ശരി മാഡം.